ഹിമാചലിൽ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോഴും നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങളാട്ടോ ഓരോ സ്ഥലത്തു നിന്നും കിട്ടുക. അങ്ങനെ രാവിലെ പുതിയ അനുഭവങ്ങൾ തേടിയുള്ള യാത്രയാണിത്. അങ്ങനെ രാവിലെ തന്നെ കാറൊക്കെ എടുത്തിട്ട് ധരംശാല റൂട്ട് പിടിച്ച് മണാലിയിൽ നിന്നും വണ്ടി വഴി നേരെ ധരംശാലയ്ക്ക് ഒരു യാത്ര. ഇനി ഈ യാത്രയിൽ ഞങ്ങൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള വിശേഷങ്ങളായിരിക്കും കൂടുതലായിട്ടും പങ്കുവയ്ക്കുക കേട്ടോ. ഇവന്മാരെ കണ്ടില്ലേ, ഇവന്മാരാണ് കേട്ടോ നോർത്ത് ഇന്ത്യ മൊത്തമായിട്ട് ഭരിക്കണ ഇവന്മാരാണ് ഇവിടുത്തെ മൊത്തം ട്രാഫിക്കും കൺട്രോൾ ചെയ്യണം. സൗത്തിൽ നിന്ന് വിട്ട് നോർത്തിലേക്ക് ട്രാവൽ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതലായിട്ട് കെയർഫുൾ ആയിരിക്കേണ്ട ഒരു കാര്യം തന്നെയാട്ടത്. വഴിയിൽ ഇവന്മാർ മൊത്തം വട്ടം കയറി ഇങ്ങനെ നിൽക്കുമായിരിക്കും. നമ്മൾ നോക്കിയും കണ്ടൊക്കെ വേണം വണ്ടി ഓടിക്കാൻ, ഇല്ലെങ്കിൽ വണ്ടി തട്ടിക്കഴിഞ്ഞാൽ ഫൈൻ അടയ്ക്കേണ്ടി വരും. ഇതൊക്കെ ഭയങ്കര ഇഷ്യൂ ആണേ. മെയിൻ റോഡാണ്, ധർമ്മശാല പോകുന്ന വഴിയാണ്. ഇവന്മാരെ മൊത്തം ഇങ്ങനെ മേയാനായിട്ട് അഴിച്ചു വിട്ടേക്കാണ്. കാണുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ മാരക വ്യൂ ആണ് കേട്ടോ, ഒരുമാതിരി. അപ്പോൾ നമ്മളിപ്പോൾ ധർമ്മശാല പോകുന്ന വഴി കങ്കര വാലിയിലൊന്ന് നിർത്തിയേക്കാണ്. കേരളത്തിലുള്ള പോലെ തന്നെ ഇവിടെയും ഒരു കൃഷി ഉണ്ട് കേട്ടോ, തേയില കൃഷി ഇവിടെയും കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിഷ്വൽസാണ് ഇപ്പോൾ ബാക്കിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തികച്ചും നിലവിൽ ഹിമാചലിലാണെങ്കിൽ പോലും നമുക്ക് കേരളത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഈ യാത്രയിൽ മൊത്തം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഹിമാചലിലെ കങ്കര ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഗോപാൽപൂർ എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. വിഷ്വൽസ് നോക്കിയാൽ കാണുന്നത് പോലെ തന്നെ ശരിക്കും കേരളത്തിനെ എടുത്ത് വെച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഈ വഴി കൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് ആ ആംബിയൻസ് തന്നെ കൃത്യമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഹിമാചലിലാണെങ്കിൽ പോലും ഈ സൈഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ വേറൊരു തരത്തിലുള്ള ആംബിയൻസ് ആയിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കണേ. അങ്ങനെ നമ്മുടെ യാത്രയ്ക്ക് ഒടുവിലായിട്ട് നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാണേ, ഗയൂട്ടോ താന്ത്രിക് മൊണാസ്ട്രി. താന്ത്രിക് മൊണാസ്ട്രിയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു യൂണിവേഴ്സിറ്റിയും കൂടിയായിരിക്കും. ടിബറ്റൻ ബുദ്ധ വിഭാഗത്തിൽപ്പെടുന്ന എല്ലാവരും തന്നെ ഇത്തരം താന്ത്രിക് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് ബിരുദാനന്തര ബിരുദം നേടിയവരായിരിക്കും. ഈ മൊണാസ്ട്രിയുടെ ഉള്ളിൽ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി തുടങ്ങിയ ഒരു കാര്യങ്ങൾ അലൗഡ് അല്ല കേട്ടോ. നമ്മൾ പിന്നെ മലയാളികളാണല്ലോ, നമ്മളോട് എന്ത് ചെയ്യരുതെന്ന് പറയുന്നോ അതല്ലേ നമ്മൾ ചെയ്യുള്ളൂ. അങ്ങനെ ഞാൻ ആരും കാണാതെ ഒരു സൈഡിലിരുന്ന് ഷൂട്ട് ചെയ്തെടുത്ത വീഡിയോ ക്ലിപ്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നാൽ നമ്മൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ടതായിട്ടുള്ള റൂൾസാണ് ഈ കാണുന്നത്. ഞാനൊരു യൂണിവേഴ്സിറ്റിയാന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്തേതാണ്, ഇവിടെ എക്സാം ഡിപ്പാർട്ട്മെൻറ്റ് വരെ ഉണ്ട്. ശരിക്കും ഈ മൊണാസ്ട്രിയുടെ പേര് വന്നത് ഗയൂട്ടോ താന്ത്രിക് യൂണിവേഴ്സിറ്റി എന്നാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ട് എക്സിലിൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായ ഒരു സ്ഥലമുണ്ടോ. അപ്പോൾ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 21,200 പേരാണ് കേട്ടോ. ശരിക്കും വേണ്ടി ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി വ്യൂ കൂടി കാണാവേ. ഹിമാചൽ പ്രദേശ് കങ്കര ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ ഈ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ വന്ന സമയത്ത് നിലവിൽ വേറെ മാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ പിച്ച് വൃത്തിയാക്കലും ബാക്കിയുള്ള പരിപാടികളും മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചുള്ളൂ കേട്ടോ. സ്റ്റേഡിയം അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഈ ഒരു ഗേറ്റിൽ കൂടെ ഉണ്ടോ നമ്മുടെ എൻട്രി വരുന്നത്. ഈ ഒരു ഗേറ്റിൽ കൂടെയാണ് എൻട്രി. ഇതിൻ്റെ നിയർ ബൈ തന്നെ നമുക്കിത് ഇവിടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെർ ഹെഡ് 30 റുപ്പീസ് കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്കുള്ള പെർമിഷൻ കിട്ടും. നിലവിൽ മാച്ചുകളോ കാര്യങ്ങളൊന്നും ഇപ്പം നടക്കുന്നില്ല കേട്ടോ. 2025 IPL ശരിക്കും 3 കളി ഇവിടെ ചാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സ്റ്റേഡിയത്തിൽ. അപ്പോൾ ഇതാണ് കേട്ടോ സ്കൈവേ. നമ്മളവിടെ നിന്ന് സ്റ്റേഡിയത്തിൽ നിന്ന് നേരെ വിട്ടു. ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സ്കൈവേ എന്ന് പറഞ്ഞ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് കയറിയതാണ് ഇവിടെ. നമുക്ക് ആകാശത്തോടെ ട്രാവൽ ചെയ്ത് നോക്കിയിട്ട് പറയാം. ഇന്നത്തെ പരിപാടികൾ മൊത്തം എവിടെയാണോ ഈ കൗണ്ടറിൽ. എവിടെ നമുക്ക് പെർ ഹെഡ് 400 രൂപയ്ക്കും 2 സൈഡാണെന്നുണ്ടെങ്കിൽ 750 രൂപ, 1 സൈഡാണെന്നുണ്ടെങ്കിൽ 400 റുപ്പീസ്. ഈ ഒരു റേറ്റിൽ നമുക്ക് ഇവിടെ നിന്ന് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇവിടെ നിന്നും മെക്ലോഡ്ഗഞ്ച് വരെയും നീളുന്ന ആകാശയാത്രയിലേക്കാണ് കേട്ടോ ഇനി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അങ്ങനെ നമുക്കുള്ള ക്യാബൊക്കെ വന്നു, നമ്മൾ യാത്ര ആരംഭിച്ചു. ധരംശാല ബസ് സ്റ്റാൻഡിന് അടുത്തായിട്ടാണ് കേട്ടോ ഈ സ്കൈവേയുടെ എൻട്രി വരുന്നത്. ധരംശാല വരുന്നവരാരും തന്നെ
ഈ സംഭവം മിസ്സാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണേ. കൈലൈനൊക്കെ യൂസ് ചെയ്ത് നേരെ വന്നിറങ്ങി അതിന്റെ സൈഡിൽ തന്നെയുള്ള ഒരു ബുദ്ധമോണാസ്ട്രിയും കൂടി ഉണ്ട് കേട്ടോ. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതുപോലെ തന്നെയുള്ള ഒരു കോളേജാണ്, താന്ത്രിക് കോളേജാണ് പറഞ്ഞത്. നംഗയാൽ താന്ത്രിക് കോളേജിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കണത്. അപ്പോൾ ദലൈലാമ നിലവിൽ ഇവിടെ ഉണ്ട്. നമ്മൾ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഞാനൊന്ന് ഇൻഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്കമാലിയിലെ പ്രധാനമന്ത്രി വന്നിട്ടുണ്ടെന്ന് ഒന്ന് ഇൻഫോം ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കിട്ടി പോയാ പോയി. നിലവില് ദലൈലാമ ഇവിടെ എവിടെയോ ഉണ്ട്. ഇതിന്റെ മേളിൽ എവിടെ ഒന്ന് ഇരുന്നാണ് ആള് പ്രഭാഷണം ചെയ്യണേ. പക്ഷെ Z+ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇത് കാണാൻ പോലും പറ്റില്ല കേട്ടോ. ദലൈലാമേനെ നമുക്ക് ഇങ്ങനെ മാത്രമാണ് കാണാനായിട്ട് സാധിച്ചത്. ഈ ഒരു ഗോംബയിലുണ്ടോ ദലൈലാമ ഉള്ള Z+ സെക്യൂരിറ്റി കോൺസെപ്റ്റിലാണ് പുള്ളി ഉള്ളത്. അത്രയും സെക്യൂരിറ്റിയിലാണ്. അപ്പോൾ വീഡിയോസൊന്നും എങ്ങും അവസാനിക്കുന്നില്ല. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്.